മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയിൽ ഇപ്പോൾ ദൃശ്യമാകുന്ന അരാജകത്വവും പരസ്യമായ ചെളിവാരിയേറും ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ഒരു കാലത്ത് ശക്തമായ അച്ചടക്കത്തോടെയും ചോദ്യം ചെയ്യപ്പെടാത്ത നേതൃത്വത്തോടെയും മുന്നോട്ടു പോയ സംഘടനയുടെ തകർച്ചയുടെ വേരുകൾ കിടക്കുന്നത് നടൻ ദിലീപിനെതിരെയുള്ള കേസിലാണ്. ദിലീപായിരുന്നു ഒരു കാലത്ത് അമ്മയുടെ എല്ലാമെല്ലാം. സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിലും അച്ചടക്കം നിലനിർത്തുന്നതിലും ദിലീപ് വഹിച്ച പങ്ക് ചെറുതല്ല. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് സംഘടനയിൽ നിന്ന് മാറി നിന്നതോടെ അമ്മയുടെ കൺട്രോൾ പാനലിന് ആദ്യ ഇളക്കം തട്ടി. പുതിയ സാഹചര്യത്തിൽ ദിലീപ് വീണ്ടും സംഘടനയിൽ മടങ്ങിയെത്തുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. പിന്നീട് നിയന്ത്രണം ഏറ്റെടുത്ത മോഹൻലാലും മമ്മൂട്ടിയും കൂടി ഇപ്പോൾ സംഘടനയുടെ ദൈനംദിന കാര്യങ്ങളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന് മൗനം പാലിച്ചതോടെ അമ്മയുടെ എല്ലാ നിയന്ത്രണങ്ങളും പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുതിർന്ന താരങ്ങളുടെ ഈ മൗനമാണ് താഴെത്തട്ടിലുള്ള ഭാരവാഹികൾ തമ്മിൽ തെരുവിൽ തല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രസിഡന്റ് ശ്വേത മേനോന്റെ രാജ്യസന്നദ്ധതയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ പൊട്ടിത്തെറിയും. മുതിർന്ന താരങ്ങൾ ആവശ്യപ്പെട്ടാൽ താൻ രാജിവെക്കാൻ തയ്യാറാണെന്ന് ശ്വേത മേനോൻ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കുള്ളിൽ ചിലർ തന്നെ ബോധപൂർവം ലക്ഷ്യം വെക്കുന്നുണ്ടെന്നാണ് ശ്വേതയുടെ ആരോപണം. സംഘടനയുടെ ഭരണം ഇപ്പോൾ ജനറൽ സെക്രട്ടറിയും ട്രഷററും ചേർന്നാണ് നിയന്ത്രിക്കുന്നത്. അൻസിബ ഉയർത്തിയ സ്പോൺസർഷിപ്പ് വിവാദം വെറും വ്യക്തിപരമാണെന്നും അതിൽ സംഘടനയ്ക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും ശ്വേത മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ തോറ്റ് പിന്മാറാനല്ല ജനറൽ ബോഡിയിലേക്ക് പോകുന്നത്. പറയാനുള്ളതെല്ലാം അവിടെ വെച്ച് പരസ്യമായി പറയുമെന്ന് ശ്വേത മേനോൻ പറയുന്നു. ഇതിനിടെ ദല്ലാൽ TG നന്ദകുമാറുമായുള്ള 75 ലക്ഷത്തിന്റെ സ്പോൺസർഷിപ്പ് കരാർ പുറത്തു വന്നത് ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെയും ശ്വേതയെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. അൻസിബ ഈ കരാറിനെ ശക്തമായി എതിർത്തപ്പോൾ ഭൂരിപക്ഷ പിന്തുണയോടെ അത് പാസ്സാക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വെണ്ണല ക്ഷേത്ര കമ്മിറ്റിക്ക് കൃത്യമായ പബ്ലിസിറ്റി നൽകിയില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. ബാക്കി നൽകാനുള്ള 45 ലക്ഷം രൂപ ഉടൻ നൽകുമെന്ന് നന്ദകുമാർ വ്യക്തമാക്കുമ്പോഴും പണത്തിന് വേണ്ടി സംഘടനയുടെ മതേതരത്വം പണയം വെച്ചു എന്ന ആരോപണം ശക്തമാണ്. വിവാദങ്ങൾക്ക് എരുതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് നടി ഉഷ ഹസീന ഉന്നയിച്ച ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ അമ്മയെ കൂടുതൽ നാണം കെടുത്തുന്നത്. സംഘടനയിലെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം തന്നെ ജിഹാദി എന്ന് വിളിച്ചതായാണ് ഉഷയുടെ വെളിപ്പെടുത്തൽ. ആ വ്യക്തി ആരാണെന്ന് ജനറൽ ബോഡിയിൽ തുറന്നു പറയുമെന്നും അവർ വ്യക്തമാക്കി. മുൻപ് സംഘടനയിൽ നിന്ന് പുറത്തു പോയ അതിജീവിത ഉൾപ്പെടെയുള്ള നടിമാരെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിൽ പ്രസിഡന്റ് ശ്വേത മേനോൻ വാക്കുമാറ്റിയെന്നും ചില അംഗങ്ങളുടെ എതിർപ്പ് കാരണമാണ് അത് നടക്കാത്തതെന്നും ഉഷ ആരോപിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സിനിമയ്ക്കുള്ളിലെ പൊതുവായ ചർച്ച മറ്റൊന്നാണ്. അമ്മയെ വീണ്ടും പഴയ പ്രതാപത്തിലും അച്ചടക്കത്തിലും എത്തിക്കാൻ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു വീണ്ടും സജീവമാകുമോ? അതോടൊപ്പം തന്നെ ദിലീപ് മടങ്ങിയെത്തുമോ എന്ന ചർച്ചയും സജീവമാണ്.